മോട്ടീവ് സംബന്ധിച്ചാണ് ഇനി വിവരങ്ങൾ വരേണ്ടത് അഭിലാഷ്. ഏകദേശം ഈ ആക്രമണത്തിന് ഇരയായവരെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ഇനിയും ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു കൃത്യത കൂടി വരാനുണ്ട്. അതിലിപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 13 വയസ്സുകാരനായ അഫ്സാൻ എന്ന സ്വന്തം സഹോദരൻ, നമ്മൾ ഈ അഫാൻ്റെ ചിത്രം എടുക്കുമ്പോൾ ആ ചിത്രത്തിലൊക്കെ അഫ്സാനൊപ്പമുള്ള ചിത്രങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ അത്രയേറെ ഒരു സ്നേഹബന്ധം ആ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നു. കുഞ്ഞ് സഹോദരനാണ്. അപ്പോൾ 13 വയസ്സും അഫാൻ 21 വയസ്സുമാണ്. അപ്പോൾ അത്രയും പ്രായവ്യത്യാസവുമുണ്ട്. അപ്പോൾ ഈ കൊലപാതകങ്ങളൊക്കെ നടത്താൻ അഫാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ താനില്ലാതെ സഹോദരൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കും ആ കുഞ്ഞിനെ കൂടി കൊല്ലാൻ ഇയാൾ തീരുമാനിച്ചതെന്ന് വേണം കരുതാൻ. അതിനപ്പുറം ഈ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടി, ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണോ ഇത്രയേറെ ഒരു കൊലപാതകത്തിലേക്ക് അയാളെ നയിച്ചത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. മാത്രമല്ല 6 പേർക്കെതിരെ ഇതുപോലുള്ള രക്തമുറയുന്ന അതിക്രമം നടത്താൻ അയാൾക്ക് ഹേതുവായത് മയക്കുമരുന്നാണോ എന്നുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരം ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിനൊപ്പമാണ് മുത്തശ്ശിയെ, അതായത് വാപ്പയുടെ ഉമ്മയെ അയാൾ പാങ്ങോട് പോയി കൊലപ്പെടുത്തുന്നു. അതായിരുന്നു ആദ്യത്തെ കൊലപാതകം. അപ്പോൾ ആ കൊലപാതകം നടത്താൻ, അതും 88 വയസ്സുള്ള സ്ത്രീയെ തലക്കടിച്ച് കൊലപാതകം നടത്താനുള്ള കാരണം, അവരെ കൂടി ഈ കൊലപാതകത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് പോലീസിന് അവിടെ നിന്നൊരു വിവരം കിട്ടുന്നത്. 2 ദിവസം മുമ്പ് ഉമ്മുമ്മയുടെ സ്വർണ്ണമാല ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള വിവരം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണോ അവരെ കൊലപ്പെടുത്താൻ കാരണം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് വരണം. എന്തിനാണ് SN പുരത്ത് ബന്ധുക്കളായ 2 പേരെ, ഭാര്യയും ഭർത്താവിനെയും ഇയാൾ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിലും അവ്യക്തതയുണ്ട്. അപ്പോൾ ഇവരെല്ലാം കണക്റ്റ് ആവുന്ന ഒരു വിഷയം ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ വിഷയം എന്താണ്? അത് ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണോ? ആ പെൺകുട്ടി ആരാണ്? പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എന്താണ്? അതാണ് പോലീസ് ഇപ്പോൾ തേടുന്നത്. ഈ സമീപവാസികൾക്ക് ആ പെൺകുട്ടിയെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നമുള്ളത്. നേരത്തെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് SN പുരത്ത് കൊല്ലപ്പെട്ടത്, ഇയാളുടെ മാമനും മാമിയും എന്ന് നേരത്തെ വിവരങ്ങളുണ്ടായിരുന്നു. അവിടെയുള്ള പോലീസാണ് ആ വിവരം നമ്മളുമായിട്ട് പങ്കുവെച്ചത്. പക്ഷേ ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ആ അവ്യക്തത നിലനിൽക്കുകയാണ്. ഒരു കാര്യം കൂടി, അനന്തൻ 6 പേരെയും ഒരേ തരത്തിൽ, അതായത് ചുറ്റിക കൊണ്ട് തലയുടെ പിറകിൽ അടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതായത് ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊല്ലുകയായിരുന്നു സ്വന്തം രക്തബന്ധുക്കളായ, സ്വന്തം കുഞ്ഞു സഹോദരൻ അടക്കമുള്ള ആളുകളെ എന്നാണ് വ്യക്തമാവുന്ന വിവരം.